നമസ്കാരം. മൂന്നാർ, തെന്നിന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലേക്ക് സ്വാഗതം. പച്ചപുതച്ച തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞും മഴമേഘങ്ങളും അനുനനുത്ത വെള്ളിനൂൽ പോലുള്ള മഴയും സ്വർഗതുല്യമാക്കുന്ന മൂന്നാർ. ചിന്നക്കനാൽ വാട്ടർഫാൾസാണിത്. പവർ ഹൗസ് വാട്ടർഫാൾസ് എന്നും പറയും. ഇതിലെ വെള്ളം ഉപയോഗിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. മൂന്നാറിലേക്ക് ഉല്ലാസയാത്ര പോകാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഡിസംബറിലെ ശൈത്യത്തിൽ കാശ്മീർ പോലെ മഞ്ഞണിയുന്ന മൂന്നാർ, ഏപ്രിൽ മെയ് മാസങ്ങളിലെ വസന്തത്തിൽ പൂത്തുലഞ്ഞ് പുഷ്പിണിയാകുന്ന മൂന്നാർ, ജൂൺ ജൂലൈ മാസങ്ങളിലെ മൺസൂണിൽ തോരാതെ മഴയുടെ വെള്ളിനൂലുകൾ പെയ്തിറങ്ങുന്ന മൂന്നാർ, ആകാശ നീലിമയിലേക്ക് വിധാനിച്ച തേയിലത്തോട്ടങ്ങളുടെ അഴകാർന്ന പച്ചപ്പ്, കോടമഞ്ഞിനും മഴമേഘങ്ങൾക്കുമിടയിലൂടെ ആരും കോരിത്തെരിച്ചു പോകും. അതിശൈത്യത്തിൻ്റെ വിറയലല്ല, താണിറങ്ങി വന്ന സ്വർഗത്തിലെത്തിയതിൻ്റെ അനുഭൂതിയാണത്. വസന്തകാലത്ത് മൂന്നാറിലെ റോസ് ഗാർഡൻ പുഷ്പവിധാനങ്ങളുടെ പറുദീസയാകും. മൂന്നാർ എന്ന സ്വർഗം സമുദ്രനിരപ്പിന് 1600 മീറ്റർ ഉയരത്തിലാണ്, 5200 അടി ഉയരത്തിൽ. പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും സുന്ദരി. ചുരം കയറി മലനിരകൾക്ക് മുകളിലാണെങ്കിലും 3 ആറുകളുടെ സംഗമ ഭൂമിയാണിത്. മുതിരപ്പുഴ, നല്ല തണ്ണി, കൂന്താലി പുഴകൾ സംഗമിക്കുന്നത് ഇവിടെയാണ്. മൂന്നാറിനെ ഏലം തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും അതിരിട്ടു നിൽക്കുകയാണ്. സുഗന്ധദ്രവ്യങ്ങൾ ആരോഗ്യ സുരക്ഷ കവചമൊരുക്കിയിരിക്കുന്നു. ജൈവ സമൃദ്ധിയുടെ സംരക്ഷിത വനമേഖലയും വന്യജീവി സംരക്ഷണ കേന്ദ്രവുമാണ്. കുറിഞ്ഞിമല സാങ്ച്വറിയിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന നീലക്കുറിഞ്ഞികൾ പുഷ്പിച്ച് നീലക്കടലായത് കാണാം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ വിരാജിക്കുന്ന രാജമല എരവികുളം നാഷണൽ പാർക്ക്, പുള്ളിമാനുകളും മലയണ്ണാനുകളും കാട്ടുപോത്തുകളും കാട്ടാനകളും കടുവകളുമെല്ലാമുള്ള ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇന്ദിരാഗാന്ധി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആനമുടി നാഷണൽ പാർക്ക്, പാമ്പാടും ചോല നാഷണൽ പാർക്ക് എന്നിങ്ങനെയുള്ള വന്യജീവി സങ്കേതങ്ങൾ. നാട്ടുകാർക്ക് ഭീഷണിയായത് മൂലം പിടികൂടി തമിഴ്നാട് അതിർത്തിയിലേക്ക് നാടുകടത്തിയ അരിക്കൊമ്പൻ എന്ന കാട്ടാന വിലസിയിരുന്ന ചിന്നക്കനാൽ ഇവിടെയാണ്. ചന്ദനമരങ്ങൾ ഇടതൂർന്ന് വളരുന്ന മറയൂർ മൂന്നാറിനരികിൽ തന്നെ. ടാറ്റാ ടീയുടെ നല്ല തണ്ണി എസ്റ്റേറ്റിൽ ടീ മ്യൂസിയമുണ്ട്. 13 കിലോമീറ്റർ അകലെയുള്ള മാട്ടുപ്പെട്ടിയിലെ ഡാമും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള മാടുകളുടെ ഫാമും കാണേണ്ടതു തന്നെ. മനം നിറയ്ക്കുന്ന പച്ചപ്പും കുളിരുകോരുന്ന ശൈത്യവും സ്വപ്നങ്ങൾ പാറിപ്പറക്കുന്ന കോടമഞ്ഞും തന്നെയാണ് മൂന്നാറിൻ്റെ എക്കാലത്തെയും ആകർഷണീയത. കാണാൻ ഏറെ കാഴ്ചകളുണ്ടെങ്കിലും ഈ 3 സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ ഒരു റിസോർട്ടിൽ താമസിക്കണം. നുള്ളിയെടുത്ത തേയിലകൾ ഫാക്ടറിയിൽ എത്തിക്കാനുള്ള തിരക്കിലാണ് തൊഴിലാളികൾ. മഞ്ഞുപുതഞ്ഞും മേഘങ്ങൾ അതിരിട്ടും നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ച വാക്കുകൾക്കതീതമാണ്, കാണേണ്ടത് തന്നെയാണ്. കണ്ണെത്താ ദൂരത്തോളം പച്ച പുതച്ച് നിൽക്കുന്ന തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ തിരക്ക് കൂട്ടുന്നവരാണ് ഇവരെല്ലാം. സന്ദർശകർക്ക് ചോളം ചുട്ടും പുഴുങ്ങിയും കൊടുക്കുന്നുണ്ട്. മാങ്ങയും പൈനാപ്പിളുമെല്ലാം അരിഞ്ഞ് വിൽക്കുന്നവരെയും ഇവിടെ കാണാം. തേയിലത്തോട്ടത്തിൽ കയറി ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് ഫീസ്.
തേയിലത്തോട്ടത്തിലെ നീർച്ചോലയാണിത്. തേയിലത്തോട്ടത്തിൽ കീടനാശിനി തെളിക്കുകയാണ്. യാത്രാമധ്യേ കുരങ്ങന്മാരെയും കാണാം. മൂന്നാർ മധുരൈ ദേശീയപാത അതിഗംഭീരമാണ്. ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്ര എത്രയോ നല്ലൊരു അനുഭവമാണ്. മൂന്നാറിൽ നിന്ന് ഈ പാതയിലൂടെ 13 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ചിന്നക്കനാൽ പ്രദേശത്ത് എത്തുകയായി. അതിഗംഭീരമായ റോഡാണ് ഇവിടെയുള്ളത്. മേഘങ്ങളെയും കോടമഞ്ഞിനെയും തഴുകിയുള്ള യാത്ര. ഇവിടെ പെരിയ കനാൽ വെള്ളച്ചാട്ടം, ആനയിറുങ്കൽ ജലാശയവും കാണാം. നട്ടുച്ചയ്ക്കുള്ള കോടമഞ്ഞാണിത്. റോഡിൽ 100 മീറ്റർ ദൂരേക്ക് പോലും കാണാനാവില്ല. താഴ്ന്നു വന്ന മഴമേഘങ്ങളും കോടമഞ്ഞും വെള്ളിനൂല് പോലെ പെയ്തിറങ്ങുന്ന നനുനനുത്ത മഴത്തുള്ളികളും. ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണിത്. സ്വപ്നതുല്യമായ ഈ അനുഭവം രാപ്പകൽ മുഴുവൻ അനുഭവവേദ്യമാകുന്ന ഗ്രേറ്റ് എസ്കേപ്പ് എന്ന റിസോർട്ട് ഇതാ എത്തിക്കഴിഞ്ഞു.
റിസോർട്ടിന് മുന്നിൽ ഇതാ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം വേണം റിസപ്ഷനിലേക്ക് പോകാൻ. നേരത്തെ തന്നെ ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടിൻ്റെ വെബ്സൈറ്റിലൂടെ ടെലിഫോൺ നമ്പർ സമ്പാദിച്ച് സൂപ്പർ ഡീലക്സ് കോട്ടേജുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്ക് ചെയ്യാതെ വന്നാൽ നമുക്ക് അനുയോജ്യമായ കോട്ടേജുകൾ ലഭിച്ചെന്ന് വരില്ല. ഭക്ഷണത്തിന് ഗ്രേറ്റ് എസ്കേപ്പിലെ റെസ്റ്റോറൻറ്റ് മാത്രമാണ് ആശ്രയം. തൊട്ടടുത്ത് ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ ഇല്ല. ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടിൻ്റെ റിസപ്ഷനിൽ നിന്ന് താഴെയുള്ള കോട്ടേജുകളിലേക്ക് അവരുടെ 4 വീലർ ജീപ്പിൽ കയറിയാണ് പോകേണ്ടത്. താഴോട്ട് സ്റ്റീപ്പായ വളരെ കുത്തനെയുള്ള ഇറക്കമായതിനാൽ മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അപകടമാണ്. ഇതാണ് മനോഹരമായ കോട്ടേജ്. 3 നിലയിലുള്ള ഈ മന്ദിരത്തിൽ 3 മുറികളാണുള്ളത്. ഓരോ മുറിയിലെയും സൗകര്യങ്ങൾ ഇതാ ഇങ്ങനെയൊക്കെയാണ്. ഗ്രേറ്റ് എസ്കേപ്പ് റിസോർട്ടിലെ ട്രീ ഹൗസാണിത്. ഈ വാച്ച് ടവറിന് മുകളിൽ കയറിയാൽ ദൂരെയുള്ള കാഴ്ചകളെല്ലാം കാണാം.
സദാസമയവും കോടമഞ്ഞ് പൊതിഞ്ഞു നിൽക്കുന്ന റിസോർട്ടിൽ നിന്ന് രാവിലെ 11 മണിയോടെ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്ക് കാണാം. വീണ്ടും ഗ്യാപ്പ് റോഡിലൂടെ മടക്കയാത്ര. മൂന്നാറിനോട് വിട പറയുമ്പോൾ മൂന്നാറിൻ്റെ സ്പെഷ്യൽ ഐറ്റംസായ ഏലക്ക, കുരുമുളക്, തേയില, പിന്നെ അല്പം ചോക്ലേറ്റും വാങ്ങാൻ മറക്കരുത്. മൂന്നാറിലെ ചോക്ലേറ്റ് ഫാക്ടറികളിൽ ഒന്നാണിത്.